അഡ്വക്കേറ്റ് സതീഷ് വസന്തിലേക്ക് അവിടെ ചെറിയൊരു സാങ്കേതിക പ്രശ്നമുണ്ട്. അഡ്വക്കേറ്റ് സതീഷ് വസന്ത്, ഇപ്പോൾ അഡ്വക്കേറ്റ് VP ശ്രീപത്മനാഭൻ ചൂണ്ടിക്കാട്ടിയത് ഇത് ഒരു മലർപ്പൊടിക്കാരൻ്റെ സ്വപ്നം എന്നൊക്കെ പറഞ്ഞ് തള്ളാൻ വരട്ടെ, ഇത് 25% എത്തുക എന്ന് പറയുന്നത് അസംഭാവ്യമല്ല കേരളത്തെ സംബന്ധിച്ചിടത്തോളം എന്ന് വളരെ കൃത്യമായി പറയുകയാണ്. പക്ഷേ ഞാൻ ഒരു കാര്യം, കേരളമാണ് ഇത്. കേരളത്തിലെ മറ്റ് സംസ്ഥാനങ്ങളെ പോലെ BJPക്ക് അങ്ങനെ ഒരു ഇങ്ങനെ പരസ്പരം വിദ്വേഷം വരുത്തിക്കൊണ്ട് ഭരിക്കാനുള്ള ഒരു സംസ്ഥാനം കേരളത്തിനെ സംബന്ധിച്ചില്ല. ഞാൻ കേരളത്തിൻ്റെ കാര്യമാണ് പറയുന്നത്. കേരളത്തിനെ സംബന്ധിച്ചില്ല. ഇവിടെ നിന്നത്തെ ജനങ്ങളെന്ന് വെച്ചാൽ വിദ്യാഭ്യാസപരമായും അതുപോലെ തന്നെ സാമൂഹികമായും വളർന്നിട്ടുള്ള ഒരു സമൂഹമാണ്. ഇവിടെ എന്ന് പറയുന്നത് മുസൽമാനും, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ക്രിസ്ത്യൻസും അതുപോലെ തന്നെ ഹിന്ദുക്കളും എല്ലാം ഒരുമിച്ച് ഇടപഴകി ജീവിക്കുന്ന ഒരു നാടാണ്. ഇവിടെ ഇവരൊന്നും പറഞ്ഞില്ല. ഇപ്പം വടക്കേ ഇന്ത്യയിലൊക്കെ നടക്കുന്നത് എന്താണ്? അവിടെ ഏത് സ്ഥലത്താണ് വിദ്യാഭ്യാസം അവിടെ കൊടുക്കുന്നത് പാവപ്പെട്ട ജനങ്ങൾക്ക്? ഇപ്പോൾ എവിടെ എന്നാലും മറ്റേ ആരോ പറഞ്ഞ പോലെ ഈ വിദ്യാഭ്യാസം എവിടെയാണ് എഡ്യൂക്കേഷൻ ഹൈ ആയിട്ട് വരുന്നത്? ഹരിയാനയും ഉത്തർപ്രദേശും ഒന്നും കാണുന്നില്ലേ? അല്ല, എവിടെയാണ് നീലിമ കാണുന്നത്? ഞാൻ പറഞ്ഞേറ്റ കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസത്തിന്റെ അവസ്ഥ അല്ല, അങ്ങനെ പറയുമ്പോൾ ഒരു കാര്യം പറഞ്ഞു പോകണം. നാക്കിന്റെ അക്രഡിറ്റേഷൻ വരുമ്പോൾ കേരളത്തിലെ 1-2 കലാലയങ്ങൾക്ക് മാത്രം നാക്ക് അക്രഡിറ്റേഷൻ ലഭിക്കുമ്പോൾ UPയിലെയും മറ്റ് സംസ്ഥാനങ്ങളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ 20 കലാലയങ്ങൾക്ക് മുകളിൽ നാക്ക് അക്രഡിറ്റേഷൻ ലഭിക്കുന്നുണ്ട്. അപ്പോൾ ഉന്നത വിദ്യാഭ്യാസത്തെ ഗുണനിലവാരമൊന്നും ഇവിടെ കേരളത്തിൽ അധികം പറയണ്ട. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അല്ല, നിങ്ങൾ പറയുന്നത് ഇതൊക്കെ എഞ്ചിനീയറിംഗിന്റെ ഇതൊക്കെ നിങ്ങൾ പച്ചോണ്ടാണ് സംസാരിക്കുന്നത്. ഞാൻ ഒരു കാര്യം പറ്റും, കേരളത്തിലെ വിദ്യാഭ്യാസം പോലെ വിദ്യാഭ്യാസ സാമൂഹിക പരിവർത്തനം പോലെ വന്നിട്ടുള്ള ഏത് സംസ്ഥാനമുണ്ട്? ഗുജറാത്തുണ്ടോ, അല്ലെങ്കിൽ UP ഉണ്ടോ, അല്ലെങ്കിൽ മധ്യപ്രദേശ് ഉണ്ടോ? നിങ്ങൾ എവിടെ ഉള്ളതെന്ന് പറയുന്നു? കേരളത്തിലെ എത്ര ശതമാനം കുട്ടികളാണ് ഉന്നത വിദ്യാഭ്യാസത്തിനായി കേരളത്തിന്റെ അതിർത്തി കടക്കുന്നത് എന്നുള്ള കണക്ക് താങ്കളുടെ കയ്യിലുണ്ട്, അല്ലെങ്കിൽ സർക്കാരിന്റെ കയ്യിലുണ്ട് ആ കണക്ക്? താങ്കൾ ആദ്യം അതൊന്ന് പഠിക്കൂ. ശ്രീ PM നിയാസ്, ആഭ്യന്തരമന്ത്രിയുടെ പ്രസ്താവനയെ താങ്കൾ എങ്ങനെയാണ് കാണുന്നത്? നോക്കൂ, മുൻ BJPയുടെ പ്രസിഡന്റ് കൂടിയായ അമിത്ഷാ ഇന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി എന്നുള്ള നിലയ്ക്ക് അദ്ദേഹത്തിൻ്റെ പാർട്ടിക്ക് കേരളത്തിൽ കൂടുതൽ സീറ്റുകളും വോട്ടുകളും കിട്ടുമെന്ന് അദ്ദേഹത്തിന് അങ്ങനെ പറയാൻ അവകാശപ്പെടാൻ എല്ലാ അവകാശവുമുണ്ട്. അത് ഏത് പൊളിറ്റിക്കൽ പാർട്ടിയുടെ നേതാക്കന്മാർക്ക് അവരുടെ പാർട്ടിയുടെ വിവിധ സംസ്ഥാനങ്ങളിൽ ഉയർന്നു വരുമെന്നല്ലാതെ ഉയർന്നു വരില്ല എന്ന് പറയാൻ സാധിക്കുമോ? പക്ഷേ നമ്മൾ ആലോചിക്കേണ്ടത് കേരളത്തിൽ എന്തുകൊണ്ടാണ് BJPക്ക് വിചാരിച്ച ഒരു റിസൾട്ട് കിട്ടാതെ പോകുന്നത്? ഇന്ന് അടുത്ത ആ സംസ്ഥാനം ഭരിക്കുമെന്ന് പറയുന്ന കേരളത്തിൽ BJPയുടെ സീറ്റ് നില ഇന്ന് വട്ടപൂജ്യമാണ്. കാരണം അവർക്ക് കൂടുതൽ വോട്ടുകൾ ലഭിക്കാത്തത് കൊണ്ടാണ് അവർ വട്ടപൂജ്യമായത്. നേരത്തെ ഒരിക്കൽ അവർക്കൊരു സീറ്റുണ്ടായിരുന്നു, പക്ഷേ ഇപ്പോൾ ഒരു സീറ്റ് നഷ്ടപ്പെട്ടു പോയി. ഇപ്പോൾ നിങ്ങൾ ആലോചിക്കേണ്ട കേരളത്തിലെ ജനങ്ങൾ എങ്ങനെയാണ് BJPയെ കാണുന്നത്? ഇതാണല്ലോ പ്രധാനം. വികസിത ഭാരതം നിങ്ങൾ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു ഒന്നും കേരളത്തിലെ ജനങ്ങൾ ചിന്തിക്കുന്നില്ലല്ലോ. ഞാൻ ഒറ്റ സിമ്പിളായിട്ട് ഒരു കാര്യം ഞാൻ പറയാം. അതിനു മുമ്പ് ഒരു കാര്യം ഞാൻ പറയാൻ വിട്ടുപോയി. എൻ്റെ സുഹൃത്ത്, നമ്മുടെ ഇത് സഹപാനലിസ്റ്റായിട്ടുള്ള VP ശ്രീപത്മനാഭൻ ഇന്നലെ പ്രഖ്യാപിച്ച BJPയുടെ വക്താവ് ആയി തിരഞ്ഞെടുക്കപ്പെട്ടതിൽ ഞാൻ അദ്ദേഹത്തെ ഈ ഫ്ലോറിൽ വെച്ച് ഞാൻ അദ്ദേഹത്തെ അഭിനന്ദിക്കുകയാണ്. ഞാൻ പറഞ്ഞു വന്നത്, കേരളത്തിലെ ജനങ്ങളോട് BJP കഴിഞ്ഞ 11 വർഷമായി ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം എന്താണ്? ഏറ്റവും ബേണിംഗ് ആയ ഒരൊറ്റ കാര്യം പറയുക. കേരളത്തിലെ ജനങ്ങൾ ഒന്നടക്കം വിഷമിച്ചു പോയത് നമ്മളെ വയനാട്ടിലെ മേപ്പാടിയിലുണ്ടായിരുന്ന ഒരു ദുരന്തമാണ്. ആ ദുരന്തത്തിൽ പ്രധാനമന്ത്രി അടക്കം ദിവസങ്ങൾക്കുള്ളിൽ ഇവിടെ വന്നു, എന്തെല്ലാമോ സഹായങ്ങൾ കിട്ടുമെന്ന് പറഞ്ഞു. ഒരു നയാ പൈസയുടെ സഹായം പോലും നൽകാതെ, ഒരു പാക്കേജ് പോലും പ്രഖ്യാപിക്കാതെ മുന്നോട്ട് പോയി. ഒറീസയിലും ബീഹാറിലും അതുപോലെ മറ്റ് BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലും വലിയ രീതിയിൽ വെള്ളപ്പൊക്കമുണ്ടായി, വലിയ വലിയ കലാമിറ്റികളുണ്ടായി, വലിയ വലിയ പ്രളയങ്ങളുണ്ടായി. അവിടെയെല്ലാം കേന്ദ്രത്തിൻ്റെ പ്രത്യേക പാക്കേജ് വന്നപ്പോൾ കേരളത്തിലെ ജനങ്ങളോട് കാണിച്ച പാക്കേജ്, അത് കേരളത്തിലെ ജനങ്ങൾ, നിങ്ങൾ എത്ര വലിയ ഓഫീസ് ഉണ്ടാക്കിയാലും എത്ര വലിയ നേതാക്കന്മാരെ കേരളത്തിൽ വന്ന് എഴുന്നള്ളിപ്പിച്ചാലും കേരളത്തിലെ ജനങ്ങളിൽ മനസ്സിലുണ്ടാവുന്നതാണ്. കേരളത്തിലേക്കുള്ള ഫണ്ട് വീതത്തെക്കുറിച്ച് കേരള സംസ്ഥാന സർക്കാർ, എൻ്റെ CPM പാനലിസ്റ്റ് അത് പറയേണ്ടതാണ്.
വലിയ രീതിയിൽ ആരോപണം ഉന്നയിച്ചുകൊണ്ടിരിക്കുകയാണ്. കേരളത്തെ പോലെ BJP ഇതര സംസ്ഥാനങ്ങൾ ഭരിക്കുന്ന സ്ഥലങ്ങളോടും കാണിക്കുന്ന വിവേചനം കഴിഞ്ഞ ബഡ്ജറ്റ് തന്നെ നമുക്ക് എല്ലാവർക്കും അറിയാം വാരിക്കോരി കൊടുത്തത് ബീഹാറിലേക്കാണ്. എന്താ ആന്ധ്രാപ്രദേശിലേക്ക് വാരിക്കൊടുത്തു, തൊട്ടടുത്തുള്ള തെലങ്കാനയിലേക്ക് കൊടുത്തില്ല, തൊട്ടടുത്തുള്ള നമ്മുടെ പശ്ചിമ ബംഗാളിലേക്ക് കൊടുത്തില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ കാലങ്ങളായി അവർ കാണിക്കുന്ന രാഷ്ട്രീയം, തങ്ങൾക്ക് ഇഷ്ടമുള്ള സംസ്ഥാനങ്ങളോട് കാണിക്കുന്ന മമതയും മറ്റുള്ളവരോട് കാണിക്കുന്ന ചിറ്റമ്മ നയവും അത് പ്രധാനപ്പെട്ട കാര്യമാണ്. പിന്നെ കേരളത്തിലെ ജനങ്ങൾക്ക് ഏറെക്കാലം ആഗ്രഹിച്ചു, ഞാനും ശ്രീപത്മനാഭനും ഒക്കെയുള്ള കോഴിക്കോട് ജില്ലയിൽ ഒരു AIMS വേണമെന്ന്. അത് കേരളത്തിൽ കോഴിക്കോട് വേണമെന്ന് ഞാൻ ആഗ്രഹിക്കും, കേരളത്തിലേക്ക് വേണമെന്ന് കേരളക്കാർ ആഗ്രഹിക്കും. അത് ഇതുവരെയും തരുവാൻ 11 വർഷമായിട്ടും പ്രഖ്യാപിക്കാത്ത ഒരു സർക്കാർ. അതുപോലെ നിങ്ങൾക്ക് എല്ലാവർക്കും പറയാം NH റോഡിലെ അഴിമതി. നമ്മുടെ കോഴിക്കോട് ജില്ലയിൽ മാത്രം ഏതാണ്ട് 1800 കോടി അനുവദിച്ചിരിക്കുന്ന വെറും 45 കിലോമീറ്ററുള്ള അഴിയൂർ വെങ്ങളം റോഡിൽ മാത്രം 900 കോടിയുടെ വെട്ടിപ്പുകളാണ് നടന്നതെന്നാണ് കാര്യങ്ങൾ ബോധ്യപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് കേരളത്തിൽ നിങ്ങൾ കൊട്ടിഘോഷിച്ചിരുന്ന ഇന്ന് അമിത്ഷാ പറഞ്ഞ വലിയ കൊട്ടിഘോഷിച്ച കാര്യം കേരളത്തിലെ NHന്റെ വികസനമാണ്. ഒരൊറ്റ ചെറിയ മഴ പെയ്തേ ഉള്ളൂ, പൊട്ടിപ്പാളീസായി അത് എടുക്കാനും വെക്കാനും ഇല്ലാത്ത അവസ്ഥയിലേക്ക് കേരളത്തിലെ വികസനം വന്നത് ഈ അഴിമതി കൊണ്ടാണ്. അപ്പോൾ രണ്ടാമത്തത് നിങ്ങൾ മതന്യൂനപക്ഷങ്ങളുമായിട്ടുള്ള ഇടപാട്. ഞാൻ ഒരൊറ്റ കാര്യം പറയാം, ഞാനൊരു മുസ്ലിം മതവിശ്വാസിയാണ്. അവിടെ ഹജ്ജ് പോകുന്ന ആളുകളോട് കോഴിക്കോട് വിമാനത്താവളത്തിൽ മാത്രം പ്രത്യേക നിരക്ക് അതൊന്ന് ഇടപെട്ട് അതാവശ്യമായ രീതിയിൽ ഒന്ന് കുറയ്ക്കാൻ പറഞ്ഞപ്പോൾ അതുപോലും കുറയ്ക്കാൻ തയ്യാറാവുന്നില്ല. അങ്ങനെ നിരവധിയായ കാര്യങ്ങൾ. അപ്പോൾ കേരളത്തിലെ ജനങ്ങൾക്ക് ആവശ്യമായ വന്യമൃഗത്തിൻ്റെ ഇഷ്യൂ ആണെങ്കിലും അതുപോലെ നമ്മുടെ ചുരം പാതയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണെങ്കിലും അതുപോലെ നമ്മുടെ കാർഷിക മേഖലയിലെ പ്രശ്നങ്ങളാണെങ്കിലും അവിടെയൊക്കെ കേരളത്തിലെ ജനങ്ങളോട് നിങ്ങൾ കഴിഞ്ഞ 11 കൊല്ലമായി ചെയ്തുകൊണ്ടിരിക്കുന്ന വിവേചനം, അത് കൊടിയ രീതിയിലുള്ള സാമ്പത്തികമായ പീഡനങ്ങൾ, ഇവയെല്ലാം കേരളത്തിൽ ജനങ്ങളെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് നിങ്ങൾ എത്ര വലിയ ചെന്നായി ആടിൻ്റെ കുപ്പായമണിഞ്ഞാലും ജനങ്ങൾക്കറിയാം നിങ്ങളുടെ സ്വഭാവം എന്താണെന്ന്. അതുകൊണ്ട് കേരളത്തിൽ നിങ്ങൾ രക്ഷപ്പെടാൻ പോകുന്നില്ല. അതുകൊണ്ടാണ് നിങ്ങൾക്ക് കേരളത്തിൽ രക്ഷപ്പെടാൻ പറ്റാത്ത സാഹചര്യം. ഞാനൊരു കാര്യം അദ്ദേഹത്തോട് പറയുന്ന കാര്യങ്ങളും യഥാർത്ഥത്തിൽ ഇവിടുത്തെ വോട്ട് വിഹിതവും കണക്കിലെടുക്കുമ്പോൾ ഈ പറയുന്ന കാര്യങ്ങളൊന്നും നിലനിൽക്കുന്നതല്ല. 2014 11% BJPയുടെ വോട്ട് ശതമാനം. 2019 അത് 16% 2024 എത്തുമ്പോൾ 20% എത്തുകയാണ്. അപ്പോൾ 2026 അല്ലെങ്കിൽ അടുത്ത് വരുന്ന തദ്ദേശ സ്ഥാപന തെരഞ്ഞെടുപ്പിൽ 25% വോട്ട് ഷെയറിലേക്ക് BJP എത്തും എന്ന് പറയുന്നതിൽ എന്താണ് അതിശയോക്തിയുള്ളത്? വളരെ കൃത്യമായ ക്രമാനുഗതമായ വളർച്ച കൈവരിക്കുന്ന പാർട്ടിയല്ലേ BJP. ബാക്കി നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ രാഷ്ട്രീയമായി മറുപടി പറയാൻ അഡ്വക്കേറ്റ് VP ശ്രീപത്മനാഭൻ ഇവിടെയുണ്ട്. ഇവിടെ കേരളത്തോട് ചിറ്റമ്മ നയമാണോ അതോ എല്ലാവരെയും മുറുകെ പിടിക്കുന്ന സമീപനമാണോ കേരളത്തോട് കാണിക്കുന്നത് എന്നുള്ള രാഷ്ട്രീയ വിഷയമാണ്. വളരെ കൃത്യമായി അദ്ദേഹം മറുപടി പറയും. പക്ഷേ ചില കണക്കുകൾ നമ്മുടെ മുന്നിലുണ്ട്. അതെങ്ങനെയാണ് കുറയുന്നത്? 11, 16, 20% എത്തുമ്പോൾ അത് BJPയുടെ വളരുന്നില്ല എന്ന് നിങ്ങൾ എന്തർത്ഥത്തിലാണ് പറഞ്ഞു വരുന്നത്? ഞാൻ പറയാം. 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ക്ഷമിക്കണം നിയാസ്, എന്റെ പേര് അപർണ. 2019 സോറി ഞാൻ എപ്പോഴും തെറ്റിപ്പോയി. നീലിമ ക്ഷമിക്കുക, നീലിമ ഞാൻ പറഞ്ഞത് തെറ്റിയതാണ്, ക്ഷമിക്കുക. ഞങ്ങൾ മനസ്സിൽ 2019 നിങ്ങൾക്ക് കിട്ടിയ വോട്ട് എന്തുകൊണ്ടാണ് 2021 തെരഞ്ഞെടുപ്പിൽ മൊത്തം കേരളത്തിലെ തെരഞ്ഞെടുപ്പുകളിൽ നിങ്ങൾക്ക് കിട്ടിയില്ല? നിങ്ങളെ കോഴിക്കോട് ജില്ലയിൽ മാത്രം ഞാൻ ഒരൊറ്റ കണക്ക് പറയാം, വളരെ സിമ്പിളായിട്ട് പറയാം. കോഴിക്കോട് ജില്ലയിൽ മാത്രം നാദാപുരത്ത് നിങ്ങൾക്ക് നേരത്തെ കിട്ടിയിരുന്ന 2021 കിട്ടിയ വോട്ടും 2016 കിട്ടിയ വോട്ടും തമ്മിൽ 3600 വോട്ടിൻ്റെ കുറവാണുള്ളത്. അതുപോലെ കുറ്റ്യാടിയിൽ നിങ്ങൾക്ക് 1200 വോട്ടിൻ്റെ കുറവാണുള്ളത്. അപ്പോൾ ആ വോട്ടിൻ്റെ വ്യത്യാസം എന്ന് പറയുമ്പോൾ കുറ്റ്യാടിയിൽ 300 വോട്ടിനാണ് LDF ജയിക്കുന്നത്. അവിടെ നിങ്ങൾക്ക് കുറഞ്ഞ വോട്ടിനേക്കാൾ കുറവിനാണ് LDF അവിടെ ജയിക്കുന്നത്. അപ്പോൾ കേരളത്തിലെ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ പാർലമെൻറ്റിൽ കിട്ടുന്ന വോട്ട് ശതമാനം നിങ്ങൾക്ക് കിട്ടാത്തത് നിങ്ങൾ കാലാകാലങ്ങളിൽ നിങ്ങൾ ഇടതുപക്ഷ മുന്നണിയെയും മറ്റു മുന്നണികളെയുമൊക്കെ നിങ്ങളുടെ വോട്ട് ഷെയർ പോകുന്നുണ്ട്. അത് കച്ചവടമാണോ, നിങ്ങളുടെ അണികൾ അങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നതാണോ, അതൊക്കെ മറ്റൊരു കാര്യം.
ഞാൻ പറയുന്നത് കണക്കാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് 25% എന്ന് പറയുന്നത് ഒരുപക്ഷെ അടുത്ത പാർലമെന്റിൽ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാൻ സാധിക്കും. പക്ഷെ അസംബ്ലിയിൽ നിങ്ങൾക്ക് കിട്ടാത്തത് കേരളത്തിലെ ജനങ്ങൾ നിങ്ങളുടെ പ്രവർത്തനങ്ങൾ 11 കൊല്ലത്തെ പ്രവർത്തനങ്ങൾ. ഞാൻ വീണ്ടും വീണ്ടും പറയാം നീലിമ, ഞാൻ പറയുന്നത് അസംബ്ലി തെരഞ്ഞെടുപ്പിലെ വോട്ടിംഗ് ആണ്. അസംബ്ലി തെരഞ്ഞെടുപ്പുകളിൽ നിങ്ങൾ പിറകോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അത് 2021 കിട്ടിയ വോട്ട് 2016 കുറവാണ്. അപ്പോൾ 2021 കുറവായി വരുമെന്നാണ് ഞങ്ങൾ കണക്കൂട്ടുന്നത്. അതാണ് നിങ്ങൾക്കറിയാം എല്ലാ മുന്നണിയിലും വലിയ വ്യത്യാസങ്ങളുണ്ടായി. പക്ഷേ നമ്മുടെ 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 നിലമ്പൂർ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾക്ക് മാത്രമാണ് കാര്യമായ വ്യത്യാസമില്ലാതെ നിൽക്കുന്നത്. അപ്പൊ നിങ്ങളുടെ വോട്ടുകൾ ഒന്നുകിൽ കൂടാതിരിക്കുകയോ അല്ലെങ്കിൽ കുറയുകയോ ചെയ്യുന്നു എന്നത്. നിലമ്പൂരിലേക്ക് എത്തുമ്പോൾ നിങ്ങൾക്ക് 2021 ലഭിച്ച വോട്ടിനേക്കാൾ 790 വോട്ട് കുറവാണ് കിട്ടിയത്. പക്ഷേ നിങ്ങൾ അവിടെ മേക്കപ്പ് ചെയ്തത് ഏത് വോട്ടുകൾ ഉപയോഗിച്ചുകൊണ്ടാണെന്ന് അറിയാമല്ലോ. ജമാഅത്തെ ഇസ്ലാം SDPI നേതാവ് തന്നെ പറഞ്ഞു 9500 വോട്ട് ഞങ്ങൾ നിലമ്പൂരിൽ ആര്യാടൻ ഷൗക്കത്തിന് മറിച്ച് നൽകിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ വോട്ട് വിഹിതം കൂടുന്നതിന്റെ കണക്ക് വേറെയാണ്, BJPയുടെ കണക്ക് കൂടുന്നത് വേറെയാണ്. ഞാൻ അങ്ങേലേക്ക് എത്താം. ഒരു കണക്ക് ഞാൻ മുന്നിൽ വെച്ചു. ഞാൻ അങ്ങയുടെ മുന്നിലേക്ക് കണക്ക് മുന്നിൽ വെച്ചു. അങ്ങ് പറഞ്ഞ നിലിമ പറഞ്ഞു പോയ അക്കാര്യത്തെ കുറിച്ച് മാത്രം പറയാം. നിലിമ അക്കാര്യത്തെ കുറിച്ച് മാത്രമേ പറയുന്നുള്ളൂ. നിലിമ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, കോൺഗ്രസിന്റെ സിറ്റിംഗ് സീറ്റ് ആയിരുന്നില്ല. കോൺഗ്രസിന്റെ ഒരു വലിയ വോട്ടുകൾ നമ്മൾ തന്നെ അറിയാം, അത് അൻവർ പിടിച്ചു എന്ന്. ഒരു ഘട്ടത്തിൽ PV അൻവറിനെ വെച്ചുകൊണ്ട് അതിലൊരു തർക്കമുണ്ട്. PV അൻവറിനെ മുൻനിർത്തിക്കൊണ്ട് LDF ഒരു ചെറിയ ഇടവേളയിലാണ് നിലമ്പൂർ കൈക്കലാക്കിയത്. പക്ഷേ ആര്യാടന്റെ മണ്ഡലമാണത്. ആര്യാടൻ എത്രയോ വർഷങ്ങളായി നെഞ്ചിൽ കൊണ്ടുവന്ന മണ്ഡലമാണത്. കോൺഗ്രസിന്റെ മണ്ഡലമാണ് സർ നിലമ്പൂർ. അവിടെ നിങ്ങൾക്ക് 790 വോട്ട് കുറയുകയും 9500 വോട്ട് SDPIയുടെ കിട്ടുകയും ചെയ്യുമ്പോൾ എങ്ങനെയാണ് നിങ്ങളുടെ വോട്ട് ശതമാനം കൂടുന്നത് എന്ന് വേറെ എവിടെയും പോയി പറയേണ്ടതില്ല. ഞാൻ ആര്യാടൻ ജയിച്ചത് 5600 വോട്ടിനാണ്. ഇത്തവണ നമ്മൾ ജയിച്ചത് 11000 വോട്ടിനാണ്. ആര്യാടന് കിട്ടിയതിനേക്കാൾ കൂടുതൽ വോട്ട്. ആ 11000ന്റെ കണക്കാണ് സാർ ഞാൻ പറഞ്ഞത്. ആ 11000ന്റെ കണക്കാണ് സാർ ഞാൻ പറഞ്ഞത്. നിങ്ങളുടെ പരമ്പരാഗത വോട്ട് 790 വോട്ടിന്റെ കുറവ് വന്നുവെങ്കിലും അവിടെ ആ നഷ്ടം നികത്തുന്നത് SDPI ആണ്.